നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജില്ലയിലെ ലഹരി മാഫിയകൾക്ക് കൂച്ചുവിലങ്ങിടാൻ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് നിരീക്ഷണം കടുപ്പിക്കുന്നു. ലഹരി ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ സ്ഥലങ്ങളിൽ പരിശോധന ശക്തമാക്കും. ഓണത്തോടനുബന്ധിച്ച് അന്യസംസ്ഥാന ബസ്സുകൾ, ട്രെയിനുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും സജീവമാക്കും. കഴിഞ്ഞയാഴ്ച ബംഗളൂരുവിൽ നിന്ന് കൊല്ലത്തെത്തിയ അന്യസംസ്ഥാന ബസ് ഡ്രൈവറിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘം MDMA പിടികൂടിയിരുന്നു. 2023-24 കാലയളവിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ 200-ലധികം പരിശോധനകളിൽ 702 ഗ്രാം MDMA ആണ് പിടികൂടിയത്. 2023-ൽ 492 ഗ്രാമും 2024-ൽ ഇതുവരെ 210 ഗ്രാമും MDMAയുമാണ് പിടികൂടിയിരിക്കുന്നത്. പരിശോധനയിൽ 30,700 ലഹരി ഗുളികകളാണ് 2023-24 കാലയളവിൽ പിടിച്ചെടുത്തത്. ചെറുതും വലുതുമായ 55 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഞ്ചാവ് ഉപയോഗത്തിലും വർധനവുണ്ടായി. കഴിഞ്ഞ വർഷം 17 കിലോ പിടികൂടിയപ്പോൾ ഈ വർഷം 8 മാസത്തിനിടെ 69 കിലോയാണ് കണ്ടെടുത്തത്. 16 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഡാൻസ് ഓഫ് സംഘം പ്രവർത്തിക്കുന്നത്. ജില്ലയിൽ ഒരു SI ഉൾപ്പെടെ 9 അംഗ സംഘമാണ് സംഘത്തിലുള്ളത്. പോലീസിലെ ട്രാക്ക് റെക്കോർഡ്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലെ താൽപര്യം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഡാൻസ് ഓഫിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. കുടുങ്ങുന്നത് യുവാക്കൾ. ലഹരി പരിശോധനകളിൽ പിടിയിലാവുന്നവരിലേറെയും 35 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് ഡാൻസ് ഓഫ് അധികൃതർ പറയുന്നു. MDMAയും ലഹരി ഗുളികകളുമാണ് ഇതിൽ നിന്ന് കൂടുതലായും ലഭിക്കുന്നത്. ലഹരിക്കടത്ത് കേസിൽ പെൺകുട്ടികളും പ്രായപൂർത്തിയാകാത്തവരുമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കുട്ടികളിൽ നിന്നാണ് കൂടുതലായും ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നത്.